ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ജോബ് മൈക്കിൾ. മണ്ഡലത്തിൽ ശരിയായ വികസനം ഗുണം ചെയ്തുവെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ മാധ്യമ സൃഷ്ടിയായിരുന്നുവെന്നും ജോബ് മൈക്കിൾ 24നോട് പറഞ്ഞു. ടോബി ജോൺസന്റെ റിപ്പോർട്ടിലേക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന തിരക്കിട്ട ഒരു സമയമാണ്. എന്നോടൊപ്പം മറ്റാരുമല്ല ഉള്ളത്, നിലവിലെ MLA അദ്ദേഹം തന്നെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. ജോബേട്ട, എങ്ങനെയാണ് ഇത്തവണത്തെ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഭൂരിപക്ഷം വർദ്ധിക്കും എല്ലാവർക്കും. ഞാൻ രാവിലെ നിങ്ങൾ പള്ളിയിലാണ് പോകുന്നത് പറഞ്ഞെങ്കിലും അമ്പലത്തിലേക്കാണ് പോയത്. അതാണ് മതമൈത്രി. നമുക്ക് തീർച്ചയായും ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് മതമൈത്രിയുടെ നാടാണ്. ഇതെല്ലാവരും ചങ്ങനാശ്ശേരി വികസനത്തെ അംഗീകരിക്കുന്നു. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല, മതചിന്തകളില്ല. ചങ്ങനാശ്ശേരി ഉറങ്ങിക്കിടന്ന ചങ്ങനാശ്ശേരിയെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണർത്തിയെടുത്തുകൊണ്ട് ഒത്തിരിയേറെ കോടാനുകോടി രൂപയുടെ വികസനങ്ങൾ നിങ്ങൾക്ക് നേരിട്ടറിയാം. KSRTC ആണെങ്കിലും നമ്മുടെ ആശുപത്രി കെട്ടിടമാണെങ്കിലും റോഡുകളാണെങ്കിലും എല്ലാം ചെയ്തെടുത്തു. അത് ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമാണ് എപ്പോഴും ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു വലിയ വിജയം താങ്കൾ നേടുകയും ചെയ്തു. ഇത്തവണ കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇരട്ടി വിജയം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ ഡബിൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഈ UDF ക്യാമ്പിൽ ചെറിയൊരു അസ്വസ്ഥത, ചില സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പലപ്പോഴൊക്കെ അതെല്ലാം ഉണ്ട്. അതെ, അതൊന്നും വിഷയമല്ല. UDFന്റെ ആയിട്ടുള്ള ഫൈറ്റ് അല്ല. ജനങ്ങൾ ആകമാനം ഇവിടെ LDF എന്ന UDF എന്നുള്ള വ്യത്യാസമില്ല. ചങ്ങനാശ്ശേരി വന്ന വികസനമാണ് അവർ വിലയിരുത്തുന്നത്. ചങ്ങനാശ്ശേരിയിലെ വികസനമാണ് നമ്മുടെ ജനങ്ങളുടെ താല്പര്യം. അത് ജനങ്ങൾക്ക് ആവശ്യത്തിലധികം വികസനം കൊടുക്കാൻ സാധിച്ചു. അതായത് ചങ്ങനാശ്ശേരിയുടെ നല്ല നേരം എന്നാണ് ഈ നേരത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ചങ്ങനാശ്ശേരിയുടെ നല്ല നേരം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു പുതിയ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഈ കാലഘട്ടം ചങ്ങനാശ്ശേരി നല്ല നേരമാണ്. നല്ല നേരത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് കാണാനുള്ള തിരക്കിലാണ് അദ്ദേഹം. ഇനി വിവിധ പള്ളികളും ദേവാലയങ്ങളും എല്ലാം തന്നെ അമ്പലങ്ങളും പള്ളികളും എല്ലാം കയറി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഇത്തവണയും ഇരട്ടിയിലധികം വോട്ട് കിട്ടും എന്നുള്ള, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ജോബ് മൈക്കിൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.